എല്ലാവർക്കും ശുഭദിനം. ഇവിടെ എത്തിച്ചേർന്നതിന് നന്ദി. അമേരിക്കയുടെ സമ്മർദ്ദത്തിനിടയിലും നയതന്ത്രത്തിന് ഒരു അവസരം കൂടി നൽകാനായി ചൈനയും റഷ്യയും അവതരിപ്പിച്ച കരട് പ്രമേയത്തിന്മേൽ സുരക്ഷാ സമിതി ഇപ്പോൾ വോട്ട് ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നു. നിർഭാഗ്യവശാൽ സമിതി അത് നിരസിച്ചു. ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് നയതന്ത്രം തടസ്സപ്പെടുന്നത്. സമിതിയെ അഭിസംബോധന ചെയ്തപ്പോൾ ഞാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 20 വർഷത്തിലേറെയായി ഇറാൻ NPTയിലെ ഉത്തരവാദിത്തമുള്ള അംഗമാണ്. സമാധാനപരമായ ആണവോർജത്തിനുള്ള ഞങ്ങളുടെ അലംഘനീയമായ അവകാശം സുതാര്യതയോടെ ഞങ്ങൾ പിന്തുടർന്നു. 2 വർഷത്തെ ചർച്ചകൾക്ക് ശേഷം 2015 JCPOA അഥവാ ജോയിൻ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന കരാറിൽ എത്തിച്ചേരുകയുണ്ടായി. അത് 2231 പ്രമേയത്തിലൂടെ ഏകകണ്ഠമായി അംഗീകരിക്കപ്പെട്ടതാണ്. ഈ കരാർ ഇറാൻ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന 15 തുടർച്ചയായ റിപ്പോർട്ടുകൾ IAEA പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ സംഘടന പുറപ്പെടുവിച്ചത് പ്രകാരം ഇറാൻ പൂർണ്ണമായും ഈ കരാർ പാലിച്ചു പോരുന്നുണ്ട്. ലോകത്ത് മറ്റൊരു ആണവ പദ്ധതിയും ഇത്രയധികം പരിശോധിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും 2018 2231 പ്രമേയം ലംഘിച്ചുകൊണ്ട് അമേരിക്ക കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയുണ്ടായി. നിയമപരമായ അടിസ്ഥാനമോ ന്യായീകരണമോ അതിനുണ്ടായിരുന്നില്ല. 1 വർഷം കൂടി ഇറാൻ കരാർ പൂർണ്ണമായി പാലിച്ചു പോന്നു എന്നാലോചിക്കണം. അതിനുശേഷമുള്ള കാര്യമാണ് പറഞ്ഞത്. 1 വർഷം കൂടി ഇറാൻ പൂർണ്ണമായും കരാർ പരിപാലിച്ചു. E3 അഥവാ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇറാൻ നിയമപരമായ ക്രമാനുഗതമായ പരിഹാര നടപടികൾ സ്വീകരിച്ചത്. ഇന്നത്തെ പ്രതിസന്ധി US പിന്മാറ്റത്തിൻ്റെയും യൂറോപ്പിൻ്റെയും നിഷ്ക്രിയത്വത്തിൻ്റെയും നേരിട്ടുള്ള ഫലമാണ്. അമേരിക്കയാണ് നയതന്ത്രത്തെ വഞ്ചിച്ചത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ E3 രാജ്യങ്ങൾ അതിനെ വർഷങ്ങളോളം കുഴിച്ചു മൂടുകയും ചെയ്തു. അമേരിക്കയും E3യിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളും ഇറാൻ്റെ സമാധാനപരമായ പദ്ധതിയെ തെറ്റായിട്ടാണ് പിന്നീട് വ്യാഖ്യാനിച്ചതും ചിത്രീകരിച്ചതും. ഓർക്കണം, NPTക്ക് പുറത്ത് മേഖലയിലെ ഏക ആണവായുധ ശേഖരം ഇസ്രായേൽ കൈവശം വെച്ചിരിക്കുമ്പോഴും അവർ ഇസ്രായേലിൻ്റെ തെറ്റായ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഈ ഇരട്ടത്താപ്പ് വളരെ വളരെ പ്രകടമാണ്. കൊലപാതകങ്ങളും ഉപരോധങ്ങളും IAEA നിരീക്ഷണത്തിലുള്ള സൗകര്യങ്ങൾക്ക് നേരെയുള്ള ബോംബാക്രമണങ്ങളും ഉണ്ടായിട്ടും ഇറാൻ JCPOAയോ NPTയോ ഇതുവരെ അതിൻ്റെ സുരക്ഷാ ബാധ്യതകളോ ലംഘിച്ചിട്ടില്ല. നിലവിലെ അമേരിക്കൻ ഭരണകൂടം ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഇറാൻ വളരെ ആത്മവിശ്വാസത്തോടെയാണ് അതിന് പ്രതികരിച്ചത്. 5 ഘട്ട ചർച്ചകൾ നീണ്ടുനിന്നു. 6ാം ഘട്ടത്തിൻ്റെ തലേന്ന് US പിന്തുണയോടെ ഇസ്രായേൽ ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുകയും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഞങ്ങളുടെ ശാസ്ത്രജ്ഞരെ വധിക്കുകയും ചെയ്തു. ഇതൊരു ഭരണകൂട ഭീകരതയായിരുന്നു. E3യോ USO IAEA പോലുമോ അതിനെ അപലപിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. നയതന്ത്രത്തിന് പകരം E3 സ്നാപ്പ് ബാക്ക് നടപ്പിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഇതിന് വിപരീതമായി സെപ്റ്റംബർ 9 കെയ്റോയിൽ വെച്ച് ഇറാൻ IAEAയുമായി പുതിയൊരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഏജൻസിയും അന്താരാഷ്ട്ര സമൂഹവും ഇതിനെ സ്വാഗതവും ചെയ്തു. എന്നാൽ ന്യൂയോർക്കിൽ ഇറാൻ്റെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെല്ലാം അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത്. റഷ്യയും ചൈനയും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിച്ചത് ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. നയതന്ത്രം സംരക്ഷിക്കുന്നതിനായി 2231 പ്രമേയം 6 മാസത്തേക്ക് നീട്ടാൻ അവർ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ E3 രാജ്യങ്ങളും അമേരിക്കയും അത് തടഞ്ഞു. അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അവരുടെ ലക്ഷ്യം ഏറ്റുമുട്ടലാണ്, ചർച്ചയല്ല. സ്നാപ്പ് ബാക്കിനെ കുറിച്ചുള്ള ഇറാൻ്റെ നിലപാട് വ്യക്തമാണ്. അത് നിയമവിരുദ്ധവും അസാധുവും നിലനിൽപ്പില്ലാത്തതുമാണ്. കരാർ ലംഘിച്ച E3 രാജ്യങ്ങൾക്ക് ഇനി പ്രകടമായ വീഴ്ച, എ സിഗ്നിഫിക്കൻറ്റ് നോൺ പെർഫോമൻസ് ആരോപിക്കാൻ അവകാശമില്ല. 2231 പ്രമേയത്തിലെ നിയന്ത്രണങ്ങൾ 2025 ഒക്ടോബർ 18 ശാശ്വതമായി അവസാനിക്കും. അവ പുനരുജ്ജീവിപ്പിക്കാനോ
നീട്ടാനോ ഉള്ള ഏതൊരു ശ്രമവും അസാധുവാകും. കാലഹരണപ്പെട്ട ഉപരോധങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞങ്ങൾ സെക്രട്ടറി ജനറലിനോട് ആവശ്യപ്പെടുന്നു. ഈ നിയമവിരുദ്ധമായ വഴി പിന്തുടരുന്നവർ ഐക്യരാഷ്ട്രസഭയുടെ വിശ്വാസ്യത തകർക്കുന്നതിനും ഇറാനിയൻ ജനതയുടെ മേലുള്ള മാനുഷിക പ്രത്യാഘാതങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദികളായിരിക്കും. ഈ അപകടകരമായ കീഴ്വഴക്കം ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. കരാറുകൾ ഇഷ്ടാനുസരണം ലംഘിക്കാമെങ്കിൽ ഒരു രാജ്യത്തിനും അന്താരാഷ്ട്ര പ്രതിബദ്ധതകളിൽ വിശ്വാസമർപ്പിക്കാൻ കഴിയില്ല. നിയമത്തിന് പകരം ശക്തി ഉപയോഗിച്ച് നിയമവിരുദ്ധ നടപടികൾ നടപ്പിലാക്കിയാൽ സുരക്ഷാ സമിതിക്ക് തന്നെ അതിൻ്റെ അധികാരം നഷ്ടപ്പെടും. ഞാൻ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സൈനിക ആക്രമണങ്ങൾ പരാജയപ്പെട്ടു. സ്നാപ്ബാക്കും പരാജയപ്പെടും. ഏക പരിഹാരം ചർച്ചയും നയതന്ത്രവുമാണ്. ഇറാൻ ഒരിക്കലും സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് വീണ്ടും ഉറച്ചു ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ ആദരവിനോട് മാത്രമേ, ബഹുമാനത്തോട് മാത്രമേ പ്രതികരിക്കുകയുള്ളൂ, അല്ലാതെ അടിയറവ് പറയുന്ന ഒരു ജനസമൂഹമല്ല. എത്രത്തോളം സമ്മർദ്ദം ചെലുത്തിയാലും ആരുടെ കാൽക്കലും വീഴാൻ ഞങ്ങൾ ഒരുക്കമല്ല. ആദരവോടെ കാര്യങ്ങൾ പറയൂ, ബഹുമാനത്തോടെ കാര്യങ്ങൾ അംഗീകരിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് ചെവി തരാം. അതിനോട് മാത്രമേ ഞങ്ങൾ പ്രതികരിക്കുകയുള്ളൂ. സംഘർഷം അല്ലെങ്കിൽ നയതന്ത്രം, ഇതിൻ്റെ ഉത്തരവാദിത്തം സ്വന്തം വാഗ്ദാനങ്ങൾ ലംഘിക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങളെ തുരങ്കം വയ്ക്കുകയും ചെയ്തവർക്കാണ്. ഈ സംഘർഷങ്ങളെല്ലാം നിയമം ലംഘിച്ച അമേരിക്കയടക്കമുള്ള ലോകശക്തികളെന്ന് സ്വയം അവകാശപ്പെടുന്നവർക്കാണ്. കൃത്യമായി നിയമം പാലിച്ച ഞങ്ങൾ ഇന്ന് ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന അവസ്ഥയിലാണ്. ആ അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് ഈ ലോകം സമാധാനപൂർണമായിരിക്കാൻ തയ്യാറാക്കിയ സുരക്ഷാ മാനദണ്ഡങ്ങളും സുരക്ഷാ കരാറുകളും എല്ലാം ലംഘിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ കടുത്ത നിയമലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഉത്തരവാദികൾ അമേരിക്കയാണ്. ഞങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെ എന്നും പാലിച്ചു പോന്നവരാണ്. സർവരും ലംഘിച്ചപ്പോഴാണ്, അതിനുശേഷം മാത്രമാണ് ഇറാനും അതിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോഴും നയതന്ത്രത്തിന് സ്ഥാനമുണ്ട്. ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ഇവിടെ വന്നിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ചോദ്യം: വിദേശകാര്യമന്ത്രി, സ്നാപ്ബാക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കുമെന്ന് കരുതുന്നുണ്ട്. എങ്കിലത് ഇറാനിലെ ജനങ്ങൾക്ക് എങ്ങനെയായിരിക്കും ബാധിക്കുക? എന്താണ് ഇറാനിലെ ജനങ്ങൾക്ക് അത് അർത്ഥമാക്കുന്നത്? ഹ്രസ്വകാലത്തേക്കെങ്കിലും നയതന്ത്രത്തിന് ഇനി എന്തെങ്കിലും പഴുതുകളുണ്ടോ? താങ്ക്സ് ഫോർ ദ ക്വസ്റ്റ്യൻ. ഞാൻ പ്രസ്താവനയിൽ പറഞ്ഞതുപോലെ ഈ സംവിധാനം സജീവമാകുന്നത് നിയമവിരുദ്ധമാണ്. അത് അസാധുവാണെന്ന് കരുതണം. ഇത് ഇറാനിലെ ജനങ്ങളെ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഇറാൻ ജനതയുടെ ദൃഢനിശ്ചയത്തെ. ഇത് ബാധിക്കുന്നത് നയതന്ത്രത്തെയാണ്. അത് നയതന്ത്രത്തിൻ്റെ വഴി അടയ്ക്കുകയും ചെയ്യുന്നു. ഞങ്ങളെപ്പോഴും നയതന്ത്രത്തിന് തയ്യാറായിരുന്നു. JCPOA ചർച്ച ചെയ്തപ്പോഴും ആക്രമണങ്ങൾക്ക് മുമ്പ് US-ഉമായി ചർച്ച നടത്തിയപ്പോഴും ഞങ്ങളത് തെളിയിച്ചതാണ്. നയതന്ത്രത്തിന് കൂടുതൽ അവസരം നൽകാനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളോടെയുമാണ് ഞാനിവിടെ വന്നത്. പക്ഷേ അത് മറുവശത്തുള്ളവർ നിരസിച്ചതിൽ എനിക്ക് ഖേദമുണ്ട്. അതിനാൽ ഏറ്റുമുട്ടലിനേക്കാളും സംഘർഷത്തെക്കാളും നയതന്ത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യം: വിദേശകാര്യമന്ത്രി, നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ അടുത്ത നടപടികൾ എന്തായിരിക്കും? E3യുടെ ഈ പ്രവൃത്തിയും സുരക്ഷാ സമിതിയുടെ തീരുമാനവും ഏജൻസിയുമായുള്ള ഇറാൻ്റെ സഹകരണത്തെ ബാധിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഇറാനും ഏജൻസിയും തമ്മിലുള്ള സഹകരണത്തിന് പുതിയൊരു ചട്ടക്കൂടുണ്ടാക്കാൻ ഞാൻ ഏജൻസിയുമായി കെയ്റോയിൽ ഒപ്പുവെച്ചു. നിർഭാഗ്യവശാൽ എല്ലാം, അതായത് സ്നാപ്ബാക്ക് സജീവമായാൽ ഇറാനും ഏജൻസിയും തമ്മിലുള്ള ഈ കരാറും ഇല്ലാതാകും. അത് നടപ്പിലാക്കാൻ കഴിയില്ല. നയതന്ത്രം എന്നത് അമേരിക്കയുമായുള്ള ചർച്ചയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അമേരിക്കയുമായി ചർച്ച നടത്തിയതിൽ ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ ഭയാനകമായ അനുഭവങ്ങളാണുള്ളത്. 2015 ഞങ്ങൾ ചർച്ച നടത്തി ഒരു നല്ല കരാറുണ്ടാക്കി. ലോകം മുഴുവൻ നയതന്ത്രത്തിൻ്റെ നേട്ടമായി അത് ആഘോഷിച്ചു. എന്നാൽ എന്ത് സംഭവിച്ചു? ഒരു വർഷത്തിന് ശേഷം അമേരിക്ക പിന്മാറുകയും വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ വർഷം വീണ്ടും ചർച്ച നടത്താൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളത് സ്വീകരിച്ചു. എന്നിട്ടും എന്ത് സംഭവിച്ചു? ചർച്ചകൾക്കിടയിൽ അമേരിക്ക ഞങ്ങളെ ആക്രമിക്കാൻ തീരുമാനിച്ചു. ഇസ്രായേൽ ആക്രമിച്ചു. US അതിൽ പങ്കുചേർന്നു. അതിനാൽ ചർച്ചകളുടെ കാര്യത്തിൽ അമേരിക്കക്കാരെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കാരണമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പരമോന്നത നേതാവ് പറഞ്ഞത് തികച്ചും ശരിയാണ്.
അമേരിക്കയുമായുള്ള ചർച്ച യഥാർത്ഥത്തിൽ ഒരു ചാവേർ വഴിയാണ്, ഒരു ഡെഡ് എൻഡ്. ചോദ്യം: നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിൽ ആണവ നയതന്ത്രം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നയതന്ത്രം ഒരിക്കലും മരിക്കില്ല, പക്ഷേ അത് മുമ്പത്തേതിനേക്കാൾ തീർച്ചയായും ബുദ്ധിമുട്ടുള്ളതും സങ്കീർണവുമായിരിക്കും. ചോദ്യം: ഫ്രാൻസുമായി അംഗീകരിച്ച ഒരു നിർദ്ദേശത്തെക്കുറിച്ചും മറ്റുള്ളവരുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചട്ടക്കൂടിനെക്കുറിച്ചും നിങ്ങൾ സംസാരിച്ചു. നിരസിക്കപ്പെട്ട ആ നിർദ്ദേശങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാമോ? കൃത്യമായ സമയത്ത് ഞാൻ ആ നിർദ്ദേശങ്ങൾ വിശദീകരിക്കും. അവയിൽ ചിലത് ഇപ്പോഴും പരിഗണനയിലാണ്. സംഘർഷമോ ഏറ്റുമുട്ടലോ ഇല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന, നടപ്പിലാക്കാവുന്ന നല്ല നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നല്ല വിശ്വാസം പ്രകടിപ്പിച്ചു. എൻ്റെ നിർദ്ദേശങ്ങൾ പോസിറ്റീവായി സ്വീകരിക്കപ്പെടാത്തതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. ബാക്കിയുള്ള മണിക്കൂറുകളിൽ അവർക്കും എന്തെങ്കിലും അവസരമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ശരിയായ സമയത്ത് ആ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ നൽകും. എല്ലാവർക്കും നന്ദി.